PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 200 ഡേ ചലഞ്ച് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 66ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്ത് നമ്മളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള 11 സ്റ്റഡി മെറ്റീരിയൽസ്, അതിനകത്ത് SCRT, സോഷ്യൽ സയൻസ് ഉൾപ്പെടെ പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 200 ഡേ ചലഞ്ചിൽ ഒരുപാട് ടോപ്പിക്സ് ഓൾറെഡി എടുത്തുപോയി. പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കി, അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും കംപ്ലീറ്റ് ആക്കി, ജീവശാസ്ത്രം പൊതുജനാരോഗ്യവും കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ ഭൗതിക ശാസ്ത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ശാസ്ത്രത്തിലെ ദ്രവ്യ യൂണിറ്റ് ഒക്കെ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റും എടുത്തു കഴിഞ്ഞു. തേർഡ് പോയിന്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ നോക്കി. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഫോട്ടോ ഇലക്ട്രിക് ഇമ്പാക്ട്, ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ടോപ്പിക്കിന്റെ പേരാണ് പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാന്ദ്രത വ്യത്യാസമുള്ള രണ്ടു മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അപവർത്തനം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് അപവർത്തനം? സാന്ദ്രത വ്യത്യാസമുള്ള രണ്ടു മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ നമുക്ക് അപവർത്തനം എന്ന് വിളിക്കാം. പ്രകാശത്തിന്റെ പ്രകീരണത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് ഏത്? അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ സാന്ദ്ര വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് വിളിക്കുന്നത്. പ്രകാശത്തിന്റെ പ്രകീരണത്തിന് കാരണം എന്താണ്? ഈ ഒരു അപവർത്തനമാണെന്ന് ഓർക്കുക കേട്ടോ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ, നമ്മൾ കാണുന്ന നക്ഷത്രമൊക്കെ ഉണ്ടല്ലോ, അത് മിന്നിത്തിളങ്ങാൻ കാരണം എന്താ? അത് മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനമാണ്. ജലം നിറച്ച ഒരു ഗ്ലാസ്സിൽ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം. അപ്പൊ ജലം നിറച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ നമ്മുടെ അടിയിൽ ഒരു നാണയം വെച്ച നാണയം കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നാൻ കാരണം എന്ത് തന്നെയാണ്? അപവർത്തനം തന്നെയാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണം, നമ്മൾ ജലത്തിൽ ഒരു കമ്പ് താഴ്ത്തി വെച്ചിരിക്കുവാൻ കമ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് എന്തുകൊണ്ടാ? അതും ഈ ഒരു അപവർത്തനം കാരണമാണ് നമുക്ക് തോന്നുന്നത്. സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നത്, സൂര്യപ്രകാശത്തിന് മുൻപും അതായത് സൂര്യാസ്തമയത്തിന് മുൻപും പിൻപും നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? അപവർത്തനം മൂലമാണ്. പ്രസത്തിൽ ചെരിഞ്ഞു പ്രവേശിക്കുന്ന അവസരത്തിൽ പ്രസ്സിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴും പ്രകാശത്തിന് സംഭവിക്കുന്നത് എന്ത് തന്നെയാണ്? അപവർത്തനം തന്നെയാണ്. അപ്പൊ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം, ജലം നിറച്ച ഗ്ലാസ്സിൽ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം പൊങ്ങി നിൽക്കുന്നത് തോന്നാൻ കാരണം, ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാൻ കാരണം, സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യപ്രകാശം കാണാൻ കഴിയുന്നതും, പ്രസത്തിൽ ചെരിഞ്ഞു പ്രവേശിക്കുന്ന അവസരത്തിൽ പ്രസത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന് സംഭവിക്കുന്നതും ഒക്കെ എന്താണ്? ഈ പ്രതിഭാസങ്ങളെല്ലാം നമ്മൾ അപവർത്തനം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് നോക്കാം കേട്ടോ. പ്രകാശം സാന്ദ്ര കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തന വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് വിളിക്കുന്നത്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപദിക്കുന്ന പ്രതിഭാസത്തെ പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് വിളിക്കുന്നു. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം എന്താ? പ്രകാശത്തിന്റെ പൂർണ്ണാന്തര പ്രതിപതനമാണ് കേട്ടോ. മരുഭൂമികളിൽ മരീചിക എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം ഈ പ്രകാശത്തിന്റെ പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഫാറ്റോമർഗാസ് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്ന മരീചികയുമായി ബന്ധപ്പെട്ടാണ്. പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കുമ്പോഴും പൂർണ്ണാന്തര പ്രതിപതനം
സംഭവിക്കുന്നുണ്ട്. അപ്പൊ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നുണ്ട്. അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കാൻ കാരണം ഈ പൂർണ്ണാന്തര പ്രതിപതനമാണ് കേട്ടോ. അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ ഇങ്ങനെ നമ്മൾ അക്വേറിയം നോക്കുമ്പോൾ അതിന്റെ അടിത്തട്ട് ജലത്തിന് മുകളിലായിട്ട് വന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം എന്താ? ഈ പൂർണ്ണാന്തര പ്രതിപതനമാണ് അതിന് കാരണം. വജ്രത്തിന് വിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. വജ്രം നമ്മൾ കയ്യിലെടുത്ത് തിളങ്ങില്ലേ? എന്തുകൊണ്ട് അങ്ങനെ തിളങ്ങുന്നേ? ഈ പ്രകാശം വജ്രത്തിലേക്ക് കടക്കുമ്പോൾ ഈ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നതുകൊണ്ടാണ് വജ്രം തിളങ്ങുന്നത്. അപ്പൊ എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞാൽ? പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തന വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപദിക്കുന്ന പ്രതിഭാസത്തെയാണ് എന്ന് വിളിക്കുന്നത്? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് വിളിക്കുന്നത്. ഇനി പൂർണ്ണാന്തര പ്രതിപതനം നിത്യജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ചികിത്സാ രംഗത്ത് ഹെൽപ്പ് ആകുന്നുണ്ട് എൻഡോസ്കോപ്പ് ഉപയോഗിച്ച്. വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ സംഭവിക്കുന്ന പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അതുപോലെ ഓട്ടോമോട്ടീവ് റെയിൽ സെൻസറുകളിൽ ഈ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നുണ്ട്. ക്യാമറയോട് ബന്ധിപ്പിച്ചിട്ടുള്ള ടച്ച് സ്ക്രീനുകളിലൊക്കെ സംഭവിക്കുന്ന എന്താണ്? ഇത്തരത്തിലുള്ള പൂർണ്ണാന്തര പ്രതിപതനമാണെന്ന് ഉപയോഗിക്കാം. അപ്പൊ ചികിത്സാ രംഗത്തും വാർത്താവിനിമയ രംഗത്തും ഓട്ടോമോട്ടീവ് റെയിൽ സെൻസറുകളിലും ക്യാമറയോട് ബന്ധിച്ചുള്ള ടച്ച് സ്ക്രീനിലും ഒക്കെ പൂർണ്ണാന്തര പ്രതിഫലനം നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെ സമുന്നിത പ്രകാശം എന്ന് വിളിക്കുന്നു, അല്ലെ? കോമ്പോസിറ്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് ഏത്? സമുന്നിത പ്രകാശം. സമുന്നിത പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി പിരിയുമ്പോൾ ഉള്ള പ്രതിഭാസവുമാണ് പ്രകീരണം. അപ്പൊ സമുന്നിത പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസവും എന്ത് തന്നെയാണ്? പ്രകീർണം തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. പ്രകീകരണത്തിന് കാരണം എന്താ? ഘടകവർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യത്തിലുള്ള വ്യത്യാസം. എന്താണ്? ഘടകവർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യത്തിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസത്തെ പ്രകീർണം എന്ന് വിളിക്കുന്നു. പ്രകീർണത്തിന് കാരണം എന്താ? ഘടകവർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യത്തിലുള്ള വ്യത്യാസമാണ്. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലുകളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനം. പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള പ്രതിപതനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിസരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് വിസരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാ? വയലറ്റ് ആണ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്നത് വയലറ്റും ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന ഏതാ? ചുവപ്പുമാണ്. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. കണങ്ങളുടെ വലിപ്പം കൂടുമ്പോൾ വിസരണത്തിന് എന്ത് സംഭവിക്കുന്നു? വിസരണവും അതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ് വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നതാണ് ഏത്? വിസരണം എന്ന് വിളിക്കുന്നത്. വിസരണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞു വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? വിസരണം എന്ന് പറയുന്നത്. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന് ചക്രവാളം ചുമപ്പ് നിറത്തി നമ്മൾ കാണാറില്ലേ? സൂര്യൻ ഉദയിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചക്രവാളം ചുമന്നിരിക്കും. എന്തുകൊണ്ടാ ചുമപ്പ് അനുഭവപ്പെടാൻ കാരണം? വിസരണമാണ് അതിന് കാരണം. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കാൻ കാരണം വിസരണമാണ്. സമുദ്രജലം എന്താ കളറുണ്ടോ? ഇല്ല. പക്ഷെ നീല കളറിൽ നമുക്ക് തോന്നിക്കില്ല. അതിന് കാരണം എന്താ? ഈ വിസരണമാണ്. ആകാശ നീല നിറത്തിൽ കാണാൻ കാരണം എന്ത് തന്നെയാണ്? വിസരണം തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ആണ്. കുറവ് വിധേയമാകുന്ന നിറം ചുവപ്പാണ്. കണങ്ങളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വിസരണത്തിൽ നിന്ന് സംഭവിക്കുന്നു? വിസരണം കൂടുന്നു. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ചക്രവാളം ചുമത്തിരിക്കാൻ കാരണവും സമുദ്രജലം നീലയായി കാണാൻ കാരണവും ആകാശ നീലയായി കാണാൻ കാരണം ഒക്കെ എന്താണ്? വിസരണം എന്ന് പറഞ്ഞ പ്രതിഭാസമാണ്. അന്തരീക്ഷ വായുവിന്റെ അഭാവത്തിൽ ആകാശത്തിന് നിറം കറുപ്പായിരിക്കും. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താ? കറുപ്പാണ്. ചന്ദ്രനിൽ ആകാശ നിറം കറുപ്പത്തിന് കാരണം എന്താ? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ പ്രകാശത്തിന്റെ വിസരണം സാധ്യമാകുന്നില്ല. അതുകൊണ്ട് ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താ? കറുത്ത കളറിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അന്തരീക്ഷ വായുവിന്റെ അഭാവത്തിൽ ആകാശ നിറവും കറുപ്പാണ്. ചന്ദ്രനിലും കറുപ്പ് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ വിബ്ജിയോർണം മഴവില്ലിനെ കുറിച്ച് നോക്കാം കേട്ടോ. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്നത് ഏത് ആകൃതിയിലാണ്? ഇതാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൃത്താകൃതിയിലാണ് നമ്മുടെ വിമാനത്തിൽ കയറിയിട്ട് നമ്മൾ മഴവില്ല് കാണുവാണെങ്കിൽ ഏത് ആകൃതി കാണപ്പെടുന്നു? വൃത്താകൃതിയിലാണ് മഴവില്ല് കാണപ്പെടുക. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ് മഴവില്ലിലെ നിറങ്ങൾ. അതായത് നമ്മുടെ വിബ്ജിയോർ എന്ന് ഓർത്തിരുന്നത്. അപ്പൊ കൃത്യമായിട്ട് എഴുതാം. വയലറ്റ്, ഇൻഡിഗോ,
ബ്ലൂ, ഗ്രീൻ, യെല്ലോ, അതുപോലെ എന്താണ് ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ എന്ന് ഓർത്തിരുന്നാൽ കറക്റ്റ് ആയിട്ടും കളർ ഓർത്തിരിക്കാനായിട്ട് പറ്റും. മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ഏതാ? ചുമപ്പാണ് അല്ലെ. പുറംവക്കിൽ ഏത് കളർ കാണപ്പെടുന്നു? ചുമപ്പ്. മഴവില്ലിന്റെ മധ്യഭാഗത്തോ, അപ്പൊ വിബ്ജിയോർന്ന് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതി നോക്കിയാൽ മതി ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ. അപ്പൊ വിബ്ജിയോർന്ന് എഴുതുമ്പോൾ എന്താണ്? മഴവില്ലിന്റെ പുറംവക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ലാസ്റ്റ് വണ്ണായിട്ട് ഓർക്കുക. അവിടെ ഏത് കളറാണ് വരുന്നത്? റെഡ് എന്ന് ഓർക്കുക. ഇനി മഴവില്ലിന്റെ മധ്യഭാഗത്തുള്ള വർണ്ണം. അപ്പൊ നിങ്ങൾ കാണാണ്ട് പഠിച്ചിരിക്കേണ്ട വിബ്ജിയോർന്ന് ഓർത്തിരുന്ന് നമുക്ക് അതിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നടുക്ക് വരുന്ന നിറം ഏതാ? നമ്മുടെ ഗ്രീൻ ആണ്, ജി വരുന്നു അല്ലെ. അപ്പൊ എന്താ? പച്ചയായിട്ട് ഓർത്തിരിക്കാം. മഴവില്ലിൽ വയലറ്റ് കാണപ്പെടുന്ന കോൺ ചോദിക്കുവാണെങ്കിൽ 40.8 ഡിഗ്രി ആണ്. 40.8 ഡിഗ്രി. മഴവില്ലിൽ ചുമപ്പ് കാണുന്ന കോൺ 42.8 ഡിഗ്രി ആണ്. SCRT പാഠപുസ്തകങ്ങളിൽ 42.7 ഡിഗ്രി എന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. 2 അപവർത്തനം പ്ലസ് 1 ആന്തരിക പ്രതിഫലനമാണ് പ്രാഥമിക മഴവില്ലായിട്ട് വരിക. ഇനി 2 അപവർത്തനം പ്ലസ് ആന്തരിക പ്രതിഫലനം ദ്വിതീയ മഴവില്ലാണ്. ഒരു ദ്വിതീയ മഴവിൽ വയലറ്റ് നിറത്തിന്റെ വൃതിയാന കോൺ എന്ന് പറഞ്ഞ 54.2 ഡിഗ്രിയാണ്. ദ്വിതീയ മഴവില്ലിൽ പ്രകാശത്തിന്റെ തീവ്രത കുറവായത് കൊണ്ട് പ്രാഥമിക മഴവില്ലിനെ അപേക്ഷിച്ച് നിറം മങ്ങുന്നതായിട്ട് കാണപ്പെടുന്നു. ദ്വിതീയ മഴവില്ലിൽ വർണ്ണങ്ങൾ ക്രമം പ്രാഥമിക മഴവില്ലിന്റെ നേർ വിപരീതത്തിലാണ്. ദ്വിതീയ മഴവില്ലിന് മുകളിൽ രൂപപ്പെടുന്ന വർണ്ണം ഏതാ? വയലറ്റ് ആണ്. ദ്വിതീയ മഴവില്ലിന് മുകളിൽ കാണപ്പെടുന്ന വർണ്ണം ഏതാ? വയലറ്റ് ആണ്. എന്താണ്? ദ്വിതീയ മഴവില്ലിന് താഴെ കാണപ്പെടുന്ന നിറം ചുമപ്പുമാണെന്ന് ഓർത്തിരിക്കുക. ഇത്രയും ഓർത്തിരുന്നില്ലെങ്കിൽ എന്ത് ഓർത്തിരിക്കുക? വിമാനത്തിൽ നിന്ന് നോക്കിയാൽ സാധാരണ എന്താണ് മഴവില്ല് സാധാരണ അർത്ഥവൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ വിമാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വൃത്താകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷ് വേർഡ് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എന്തോ കളറാണെന്ന് എഴുതാൻ പറ്റും. അതുപോലെ പുറവക്കിൽ കാണപ്പെടുന്ന ചുവപ്പ്, മധ്യത്തിൽ കാണപ്പെടുന്നത് പച്ച, മഴവിന് വയലറ്റ് കാണുന്ന കോൺ 40.8 ഡിഗ്രി, മഴവിന് ചുവപ്പ് കാണപ്പെടുന്ന കോൺ 42.8 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും ഈ ഒരു ഇതിന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ, എല്ലാം ഓർത്തിരുന്നില്ലെങ്കിൽ പോലും. ഇനി ഒരു കൊളോഡിയൽ ദ്രവ്യത്തിലൂടെ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ എന്താണ് പ്രകാശിതമാകുന്നതിൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോ ഒരു കൊളോഡിയൽ ദ്രവ്യത്തിലൂടെ എന്ത് ചെയ്യുന്നു? സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികൾ പ്രകാശിതമാകുന്നതിൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിൻഡൽ പ്രഭാവം എന്ന് വിളിക്കുന്നത്. കൊളോഡിയൽ കണികൾ പ്രകാശത്തെ വിസരണം ചെയ്യുന്നത് ടിൻഡൽ ഇഫക്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന് ഓർക്കുക. ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് കേട്ടോ. അപ്പൊ ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്തോരുവാ? 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ദൃശ്യപ്രകാശത്തിന്റെ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ എത്രയാ? 7 ദൃശ്യപ്രകാശത്തിന്റെ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ. അതായത് നമ്മുടെ മഴവില്ലിന് എത്ര കളർ ഉണ്ടെന്നാണ് ഈ ചോദിക്കുന്നത്. എത്രയാ? 7 കളറാണ് അല്ലെ. അപ്പൊ വിബ്ജിയോർ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഇനി തരംഗ ദൈർഘ്യം ഏറ്റവും ആവർത്തി കൂടുതലുള്ള ഘടകവർണ്ണം ചോദിക്കുവാണെങ്കിൽ അത് ഏതായിരിക്കും? വയലറ്റ് ആയിരിക്കും. തരംഗ ദൈർഘ്യം കൂടുതലുള്ള ആവർത്തി കുറഞ്ഞതുമായിട്ടുള്ള ഘടകവർണ്ണം ചുമപ്പായിരിക്കും. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാ? വെള്ളയാണ് കേട്ടോ. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ ആർക്ക് കഴിയും? വെള്ളയ്ക്ക് കഴിയും. എല്ലാ നിറങ്ങളെയും ആഗീകരണം ചെയ്യാൻ ആർക്ക് കഴിയും? കറുപ്പിന് കഴിയും കേട്ടോ. എല്ലാ നിറങ്ങളെയും ആഗീകരണം ചെയ്യുന്ന കളർ പലപ്പോഴും പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുണ്ട്. ഏതാ? കറുപ്പ് കളറാണ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് ഏതാ? വെള്ളയാണ്. മറന്നു പോകരുത്. എല്ലാ നിറങ്ങളെയും ആഗീകരണം ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? കറുത്ത നിറത്തിനുണ്ട്. എല്ലാ കളങ്ങളെയും അല്ലെങ്കിൽ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കാനുള്ള എന്തിനുണ്ട്? കഴിവുണ്ട്. വൈറ്റ് കളറിനും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാ? പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് എന്ത്? പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാ? പച്ച, നീല, ചുവപ്പ് ആണ് ഏത്? പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണെന്ന് തത്വം ആവിഷ്കരിച്ചത് തോമസ് യങ് ആണ്. അതായത് ഈ 3 കളറാണ് പ്രാഥമിക വർണ്ണങ്ങളായി വരുന്നതെന്ന് പറഞ്ഞ തത്വം ആവിഷ്കരിച്ചത് ആരാ? തോമസ് യങ് ആണ്. ധവള പ്രകാശമോ മറ്റു വർണ്ണങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ഉചിതമായി ചേർക്കുന്ന നിറങ്ങളെയാണ് പ്രാഥമിക കളറുകൾ എന്ന് പറയുന്നത്. പ്രാഥമിക കളറുകൾ ഏതൊക്കെയാ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പച്ചയും ചുവപ്പും നീലയുമാണ് പ്രാഥമിക കളറുകൾ. 3 പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏതാ? 3. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്തായിട്ട് വരും? അത് വെള്ള കളറായിട്ട് വരുമെന്ന് ഓർക്കുക. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ നീല, പച്ച, ചുമപ്പാണ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണാണെന്ന് പറഞ്ഞത് തോമസ് യങ് ആണ്. ധവള പ്രകാശമോ മറ്റു വർണ്ണങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ഉചിതമായി ചേർക്കുന്ന നിറങ്ങളാണ് പ്രാഥമിക നിറങ്ങൾ. അതായത് ചുവപ്പ്, പച്ച, നീല. 3 പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏതാ? 3 കൂടെ ഈക്വൽ ആയിട്ട് കൂട്ടിച്ചേർത്താൽ വെള്ള കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്.
സൂര്യപ്രകാശത്തിന്റെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്നാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യപ്രകാശത്തിന്റെ താപകിരണങ്ങളെയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഈ കിരണങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാ? വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഹെൽപ്പ് ആകും. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ ഇതുണ്ട്, TV റിമോട്ടിലുണ്ട്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാനൊക്കെ ഈ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ താപകിരണങ്ങളെയാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്ന് വിളിക്കുന്നത്. വിദൂര വസ്തുക്കളെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നു. രാത്രി കാലങ്ങളിൽ സൈനികർ കണ്ണാടിയിൽ ഉപയോഗിക്കുന്നു. TV റിമോട്ടിലും കൃത്യമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാനൊക്കെ ഇൻഫ്രാറെഡ് കിരണങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതും ആവർത്തി കുറഞ്ഞതുമായിട്ടുള്ള തരംഗങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? റേഡിയോ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ റേഡിയോ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതുമായി ആവർത്തി കുറഞ്ഞതുമായിട്ടുള്ള ഊർജം കുറഞ്ഞതും ആവർത്തി കുറഞ്ഞതുമായിട്ടുള്ള തരംഗങ്ങളെയാണ് റേഡിയോ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. റേഡിയോ TV പ്രക്ഷേപണത്തിനൊക്കെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഊർജ്ജവാഹിയായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തേക്ക് വരുന്ന കിരണങ്ങളാണ് ഏത്? കോസ്മിക് കിരണം എന്ന് പറയുന്നത്. കോസ്മിക് കിരണം എന്താ? ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായിട്ടുള്ള കിരണത്തെയാണ് കോസ്മിക് കിരണം എന്ന് വിളിക്കുന്നത്. കോസ്മിക് കിരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വിക്ടർ ഹെസ് ആണ് കേട്ടോ. വിക്ടർ ഹെസ് ആണിത് കണ്ടെത്തിയിട്ടുള്ളത് കൂടി ഓർക്കുക. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അഥവാ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് വിളിക്കുന്നത്. സൂര്യാഘാതം ഉണ്ടാകുമ്പോൾ കാരണമാകുന്ന കിരണം. സൂര്യാഘാതം ഉണ്ടാവാൻ, സൺബേൺ ഉണ്ടാകാൻ കാരണം എന്താ? അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൾട്രാവയലറ്റ് ആണ്. സൂര്യനുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്ത് അന്തരീക്ഷ വായുവിലെ പാളി ഓസോൺ പാളിയാണ്. നമ്മൾ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ രക്ഷ നേടാൻ കുട ചൂടുന്നത് പോലെ സൂര്യന് വരുന്ന അതിമാരകമായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമി ഒരു കുട പോലെ, കവചം പോലെ സംരക്ഷിച്ചു നിർത്തുന്ന പാളിയാണ് ഏത്? ഓസോൺ പാളി എന്ന് പറയുന്നത്. മനുഷ്യശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമായിട്ടുള്ള കിരണമാണ് ഏത്? അൾട്രാവയലറ്റ് എന്ന് പറയുന്നത്. സൂര്യാഘാതം ഉണ്ടാക്കാൻ കാരണം അൾട്രാവയലറ്റ് ആണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൾട്രാവയലറ്റ് ആണ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്ന കവചമാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. ത്വക്ക് ക്യാൻസറിന് കാരണം ഉണ്ടാക്കുന്ന കിരണം കൂടിയാണ് അൾട്രാവയലറ്റ്. ട്യൂബ് ലൈറ്റുകളിലേക്ക് പ്രകാശകിരണങ്ങൾ, ട്യൂബ് ലൈറ്റുകളിലെ പ്രകാശകിരണങ്ങളും അൾട്രാവയലറ്റ് ആണ്. ശരീരത്തിൽ വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാവയലറ്റ് ആണ്. ജലത്തിനുള്ള സൂക്ഷ്മജീവികൾ നശിപ്പിക്കുന്ന ഉപയോഗിക്കുന്ന കിരണവും അൾട്രാവയലറ്റ് ആണ്. അപ്പോൾ ത്വക്ക് ക്യാൻസറിന് കാരണമാകുന്നു. ട്യൂബ് ലൈറ്റിലെ പ്രകാശകിരണങ്ങൾ ഉണ്ടാക്കുന്ന അൾട്രാവയലറ്റ് വെച്ചിട്ടാണ് ശരീരത്തിലെ ത്വക്കിൽ വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാവയലറ്റ് ആണ്. ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതും അൾട്രാവയലറ്റ് കിരണമാണെന്ന് ഓർക്കുക. ഇനി നമുക്ക് CV രാമനെ കുറിച്ച് നോക്കാം കേട്ടോ. ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് ആര്? CV രാമൻ. ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹനായിട്ടുള്ള ആദ്യ ഭാരതീയനും ആര് തന്നെയാണ്? CV രാമൻ തന്നെയാണ്. CV രാമൻ നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തമാണ് രാമൻ പ്രഭാവം ഓർ രാമൻ ഇഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചില ദ്രവ്യങ്ങളുടെയും ഖരപദാർത്ഥങ്ങളിലും വൈദ്യുത കാന്തിക വികിരണങ്ങൾക്ക് പ്രകീർണം സംഭവിക്കുമ്പോൾ പ്രകീർണ വികിരണത്തിന്റെ ആവർത്തി വ്യത്യാസപ്പെടുന്ന പ്രതിഭാസമാണ് ഏത്? രാമൻ പ്രഭാവം ഓർ രാമൻ ഇഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാമൻ പ്രഭാവത്തിന്റെ കണ്ടെത്തലിന് CV രാമനെ സഹായിച്ച ഇന്ത്യക്കാരനാണ് KS കൃഷ്ണൻ. രാമൻ പ്രഭാവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിസരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1928 രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. അപ്പൊ ദേശീയ ശാസ്ത്ര ദിനം എന്ന് പറഞ്ഞാൽ എന്നാ? ഫെബ്രുവരി 28 എന്തിന്റെ ഇതിനാണ് ഇത് ആചരിക്കുന്നത്? 1928 രാമൻ പ്രഭാവം കണ്ടെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. 1954 രാജ്യം ഭാരതരത്ന നൽകി നമ്മുടെ CV രാമനെ ആദരിച്ചിട്ടുണ്ട്. ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനും അതുപോലെ തന്നെ ആദ്യ ഭാരതീയനുമാണ് ആര്? CV രാമൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? നമ്മൾ പഠിച്ചിരുന്നല്ലേ? ഏതാ അത്? അപവർത്തനം. ഗാന്ധി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 1 ചോദിച്ചാണ് 2023. അടുത്തത് പ്രകാശത്തിന്റെ പ്രകീരണത്തിന് കാരണം എന്താ? അത് നമ്മൾ പഠിച്ചിരുന്നു. അപവർത്തനമാണ്. യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 2 2023 ചോദിച്ചതാണ്.
വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ്. ആ തിളക്കത്തിന് കാരണം എന്താണ്? നിങ്ങൾ പഠിച്ചിരുന്നല്ലേ? ഏതാ കാരണം? പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. +2 ലെവൽ പ്രിലിം സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ളതാണ്. മരീചിക എന്ന പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്. എന്താ? പൂർണ്ണാന്തരിക പ്രതിഫലനം. ഇത് നമ്മൾ നോക്കി. വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളെ മാറുന്ന പ്രതിഭാസം. നമ്മൾ പഠിച്ചിരുന്നല്ലേ? ഏതാ? പ്രകീരണമാണ്. പ്രകീരണം. LGSലും ഗാന്ധി ബോർഡിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആകാശ് നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം നമ്മളിപ്പോ നോക്കിയല്ലേ? ഏതാ? വിസരണമാണ്. LGS ചോദിച്ചിട്ടുള്ളതാണത്. അടുത്തത് മഴവിൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം. മഴവിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പ്രകീരണം മൂലമാണ്. LDC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മഴവിൽ ഉണ്ടാകുന്നതിന് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? നോക്കിക്കേ. അപവർത്തനം, ആന്തരപ്രതിപതനം, പ്രകീരണം തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായി തീരാറുണ്ട്. VOക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. ഒരു ദ്വിതീയ മഴവിന്റെ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്രയാണ്? 54.2 ഡിഗ്രിയാണ്. മഴവിൽ ഉണ്ടാകുന്ന കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? എയും ബിയും. ആന്തരിക പ്രതിഫലനവും അപവർത്തനവും കാരണമായിട്ട് എയും ബിയും സിയും കാരണമുണ്ട്. എന്നാണ് പ്രകീർണവും കാരണമായി തീർന്നു. അപ്പൊ എയും ബിയും സിയും കാരണമാകുന്നു എന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? നമ്മൾ പഠിച്ചിരുന്നല്ലേ? ഏത് നിറത്തിനാ? ഓറഞ്ച് നിറത്തിനാണ്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 2ൽ ചോദിച്ച ചോദ്യമാണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്? ഏതാ? മഞ്ഞ നിറം. മഞ്ഞ നിറമായിരിക്കും കിട്ടുക കേട്ടോ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ നിറം കിട്ടുന്നതായിരിക്കും. സാധാരണ TV റിമോട്ട് കൺട്രോൾ പാനലിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാ? ഏതാ TV റിമോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലേ? ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ഉപയോഗിക്കുക. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗമാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. UV തരംഗം ലോഹപാത്രത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ആ തരംഗം എന്താണ്? പതിച്ച ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക. ഏത് തരംഗം സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടാവുക? X തരംഗം സംഭവിക്കുമ്പോഴാണ് അങ്ങനെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിപ്പോയത്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.